ഐക്കൂടെ ഐക്യൂ നിയോ 5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള വാർത്തകളും പിന്നെ വിലയെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. മുമ്പ് ഐക്യൂ 7 എന്ന ഫോൺ ഇന്ത്യയിൽ മാർച്ചിൽ ലോഞ്ച് ചെയ്യുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ആ ഒരു റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഐക്കൂടെ പുതിയ 2 ഫോണുകൾ ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. അതിൽ ഒരു ഫോൺ ചിലപ്പം ഐക്യൂ നിയോ 5 എന്ന ഫോൺ അയക്കാം. അപ്പോൾ ഈ ഫോൺ ചിലപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ആദ്യം ചൈനയിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. പിന്നെ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ഈ ഫോൺ ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. V2055A എന്ന മോഡൽ നമ്പറിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ഈ ഫോണിൻ്റെ കറക്റ്റ് സ്ക്രീൻ സൈസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഫുൾ HD റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഫോണിൽ 450 ppi ആയിരിക്കും വരിക. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ അലൂമിനിയം ഫ്രെയിം വരുന്നതായിരിക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇത് സ്നാപ്ഡ്രാഗൻ്റെ ഇപ്പോഴത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ അഡ്രീനോ 650 എന്ന GPU ആണ് ഈ ഒരു പ്രോസസ്സറിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലും വരാനാണ് സാധ്യത. പിന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിലെ ആൻഡ്രോയിഡ് ലാം ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ മെയിൻ സെൻസർ 48 മെഗാ പിക്സലുമായിട്ട് വരാനാണ് സാധ്യത. ഇത് സോണി IMX 598 സെൻസർ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ 13 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ മൂന്നാമത് 2 മെഗാ പിക്സലിലെ ഒരു സെൻസറും വരുന്നതായിരിക്കും. ഈ 2 മെഗാ പിക്സലിലെ സെൻസർ ഒന്നുകിൽ മാക്രോ ലെൻസോ അല്ലെങ്കിൽ ഡെപ്ത് സെൻസറോ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആയിരിക്കും ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വരിക. പിന്നെ ഈ ഫോണിൽ 4400 mAh ബാറ്ററി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൽ 88 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 66 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില വാർത്തകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 2998 യുവാൻ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം 33,700 രൂപ. പിന്നെ 12GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 3698 യുവാൻ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം 41,500 രൂപ. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാർച്ച് പകുതിയോടെ ഈ ഫോൺ ആദ്യം ചൈനയിലായിരിക്കും ലോഞ്ച് ചെയ്യുക. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ ഇന്ത്യയിൽ എത്തുള്ളൂ. ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഇന്ത്യയിൽ ഏപ്രിൽ മാസത്തിൽ എത്താനാണ് സാധ്യത. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.